ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനപ്പെട്ട 13 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കമ്പയർ കൺസംഷൻ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് വിത്ത് എക്സാമ്പിൾ. കൺസംഷൻ ഗുഡ്സ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, കൺസംഷൻ ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ, ഉപഭോക്താവ് അയാളുടെ അന്തിമ ആവശ്യങ്ങൾക്ക് ഫൈനൽ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗുഡ്സാണ് കൺസംഷൻ ഗുഡ്സ്. ഇപ്പോൾ ബുക്ക്, പേപ്പറൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും യൂസ് ചെയ്ത് ഫൈനൽ ഗുഡ്സ് ഉണ്ടാക്കും. അതിൻ്റെ എക്സാമ്പിളാണ് മെഷീനറി. ദെൻ അടുത്താണ് എക്സ്പ്ലെയിൻ പ്രൈസ് സീലിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സാമ്പിൾ. പ്രൈസ് സീലിംഗ് അഥവാ നിയന്ത്രിത വില. നിയന്ത്രിത വില എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രൈസ് സീലിംഗ്. സോ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റ് തീരുമാനിച്ച കമ്പോള വില എന്ന് പറയുന്നത് ഒരു പരിധി വിട്ട് കൂടിപ്പോകുമ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് ആ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെയുള്ള സമയങ്ങളിൽ ഗവൺമെൻറ് മാർക്കറ്റിൽ ഇടപെട്ടിട്ട് മാർക്കറ്റ് തീരുമാനിച്ച കമ്പോള വിലയിനെക്കാട്ടിലും താഴെ ഒരു കുറഞ്ഞ വില ഗവൺമെൻറ് നിശ്ചയിക്കും. അതിനെയാണ് പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഡിമാൻഡ്, സപ്ലൈ, ഇക്വിലിബ്രിയം. അപ്പോൾ ഈ പി എന്ന് പറയുന്നതാണ് കമ്പോള വില, മാർക്കറ്റ് തീരുമാനിച്ച വില. അപ്പോൾ ഗവൺമെൻറ് അതിന് താഴെ ഒരു പ്രൈസ് ഫിക്സ് ചെയ്തു. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ അത് എന്തിലേക്ക് നയിച്ചു? എക്സസ് ഡിമാൻഡ്. അവിടെ ഡിമാൻഡ് കൂടുതലായിപ്പോയി, ചോദനം കൂടുതലായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എന്തിലേക്ക് നയിക്കും? റേഷനിങ്. ആളുകൾ റേഷൻ കടകളിൽ ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അല്ലേ? ഡിമാൻഡ് കൂടുതലാണ്, സാധനം കിട്ടാനില്ല. ദെൻ ബ്ലാക്ക് മാർക്കറ്റ്, കരിഞ്ചന്ത, അതായത് ബ്ലാക്ക് മാർക്കറ്റിൽ സാധനം വില കൂട്ടി അവർ വിൽക്കുന്നു. അതിലേക്കൊക്കെ ഈ ഒരു സംഭവം നയിച്ചു എന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തേത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ റിട്ടേൺ ടു സ്കെയിൽ. റിട്ടേൺ ടു സ്കെയിൽ എന്താണെന്ന് നോക്കാം. റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് റിട്ടേൺ ടു സ്കെയിൽ. അതിൽ 3 സ്റ്റേജ് ആണുള്ളത്. ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ. ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇൻപുട്ടിൽ ഒരു മാറ്റം വരുത്തി അത് ഔട്ട്പുട്ടിൽ ഉണ്ടാക്കുന്ന മാറ്റം മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് മാറ്റമാണെങ്കിൽ അതാണ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ. നമ്മൾ ഇൻപുട്ടിൽ ഉണ്ടാക്കിയ മാറ്റത്തിനേക്കാട്ടിലും ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ഔട്ട്പുട്ട് മാറ്റമാണ് ഔട്ട്പുട്ടിൽ ഉണ്ടാക്കുന്നതെങ്കിൽ അതാണ് ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ. നമ്മൾ ഇൻപുട്ടിൽ വരുത്തിയ അതേ മാറ്റം തന്നെയാണ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നതെങ്കിൽ അതാണ് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബാലൻസ് ഓഫ് പേയ്മെന്റ് ആൻഡ് ബാലൻസ് ഓഫ് ട്രേഡ്. ബാലൻസ് ഓഫ് പേയ്മെന്റും ബാലൻസ് ഓഫ് ട്രേഡും തമ്മിലുള്ള വ്യത്യാസം. ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ട് നടത്തിയിട്ടുള്ള മുഴുവൻ സാമ്പത്തിക ഇടപാടുകളുടെയും ഒരു റെക്കോർഡാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഓഫ് പേയ്മെന്റിൽ 2 അക്കൗണ്ട് ആണത്, കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. കറണ്ട് അക്കൗണ്ടിൽ സാധനങ്ങളുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ആയിരിക്കും ഉണ്ടാകുക. ദെൻ എന്താണ്, പിന്നെ അതേപോലെ നെറ്റ് ഫാക്ടർ ഇൻകവും നെറ്റ് നോൺ ഫാക്ടർ ഇൻകവും അങ്ങനെയുള്ള കാര്യങ്ങൾ, ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ഒക്കെയാണ് കറണ്ട് അക്കൗണ്ടിലുള്ളത്. ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ളത് അസറ്റ്, അതായത് ഫിനാൻഷ്യൽ അസറ്റ്സ് വാങ്ങും വിൽക്കുകയും ചെയ്തിട്ടുള്ളത്, മണി, സ്റ്റോക്ക്, ബോണ്ടൊക്കെ വാങ്ങും വിൽക്കുകയും ചെയ്തതാണ് ബാലൻസ് ഓഫ് പേയ്മെന്റിലുള്ളത്. ദെൻ ഇവിടെ ബാലൻസ് ഓഫ് ട്രേഡും ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് എന്താണ്? എക്സ്പോർട്ടും ഇമ്പോർട്ടും, സാധനങ്ങളുടെ എക്സ്പോർട്ടും ഗുഡ്സിന്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് മാത്രമാണ് ബാലൻസ് ഓഫ് ട്രേഡ്. ദെൻ ലിസ്റ്റ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് അഥവാ നിസ്സംഗതാ വക്രം, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ്? ദേ ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ അല്ലെ? ഒരിക്കലും അത് കൂട്ടിമുട്ടില്ല, ഒറിജിനോട് കോൺവെക്സ് ഷേപ്പിലാണെന്നുള്ളത്. ഹയർ ഇൻഡിഫറൻസ് കർവ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുമെന്നുള്ളതാണ്. ദെൻ അടുത്തതാണ് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. സർക്കുലർ ഫ്ലോ ഓഫ് നാഷണൽ ഇൻകത്തിന്റെ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്ലോ ചാർട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ എന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു സമ്പദ് വ്യവസ്ഥയിലെ 4 മേഖലകൾ പരസ്പരം ബന്ധിതമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിൽ നമുക്ക് 2 മേഖലകളെ പറ്റിയിട്ട്, 2 സെക്ടറുകളെ പറ്റിയിട്ട് മാത്രമേ പഠിക്കാനുള്ളൂ ഈ ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ. അതായത് ഫേമും ഹൗസ് ഹോൾഡുമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഫേമും ഹൗസ് ഹോൾഡും, ഫേം എന്താ ചെയ്യുന്നത്? അവരുടെ പ്രധാന ധർമ്മം അല്ലെങ്കിൽ അവരുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്താണ്? ഉൽപാദനമാണ് അവർ നടത്തുന്നത്. ഹൗസ് ഹോൾഡ് എന്താണ്? അവർക്ക് വേണ്ട ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, വാങ്ങി ഉപയോഗിക്കുന്നു. ഉൽപ്പാദിക്കപ്പെടുന്ന പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ ഹൗസ് ഹോൾഡ് വാങ്ങി ഉപയോഗിക്കുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഈ ഒരു ഗ്രാഫ് നോക്കാം. ഫാമിന് പ്രൊഡക്ഷൻ നടത്തണം, ഉൽപാദനം നടത്തണം. അതിന് എന്തൊക്കെ വേണം? ഫാക്ടർ സർവീസസ് വേണം. ഫാക്ടർ സർവീസ് എന്ന് പറയുമ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഒക്കെ വേണം. അത് ആരുടെ അടുത്തുനിന്ന് കിട്ടും? ഹൗസ് ഹോൾഡിൻ്റെ അടുത്തുനിന്ന് കിട്ടും. അതാണ് ആദ്യത്തെ ആ ഒരു ഫ്ലോ.
അതിന് പകരമായിട്ട് ഫേം എന്ത് ചെയ്യും? ഹൗസ് ഹോൾഡിന് പേയ്മെന്റ് നടത്തും അല്ലെ, ഫാക്ടർ പേയ്മെന്റ് നടത്തും. അത് എന്തിന്റെ രൂപത്തിൽ ഉണ്ടാകുക? റെന്റ് ഉണ്ടാകും, വാടക ഉണ്ടാകും, വേജസ് ഉണ്ടാകും, പ്രോഫിറ്റ് ഉണ്ടാകും, ഇൻട്രസ്റ്റ് ഉണ്ടാകും. അതാണ് ഈ ഭാഗത്തെ 2 ഫ്ലോ. അതിനുശേഷം ഈ ഹൗസ് ഹോൾഡ് അവർക്ക് കിട്ടിയ പണം മുഴുവൻ എന്തിലേക്ക് ഉപയോഗിക്കും? ഫേമിന്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യും, ചിലവാക്കും. അങ്ങനെ ഫേം ആ ഗുഡ്സ് ആൻഡ് സർവീസ് ഹൗസ് ഹോൾഡിന് കൊടുക്കും. ഇതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ പബ്ലിക് ഗുഡ്? ഗിവ് എൻ എക്സാമ്പിൾ. പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ആർ പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ് പബ്ലിക്കിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അത് ആരെയും മാറ്റി നിർത്തുന്നില്ല, അതായത് നോൺ എക്സ്ക്ലൂഡബിൾ, ആരെയും മാറ്റി നിർത്തുന്നില്ല. നോൺ റൈവലറി, ഒരാൾ ഉപയോഗിച്ചു എന്ന് കരുതി അടുത്ത ആളുടെ ഉപയോഗത്തിന് അത് ബാധിക്കുന്നുമില്ല. എക്സാമ്പിളാണ് റോഡ്, പാർക്ക്, എഡ്യൂക്കേഷൻ ഒക്കെ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലിസ്റ്റ് 2 ഫങ്ഷൻസ് ഓഫ് മണി. പണത്തിന്റെ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. പ്രൈമറി സെക്കൻഡറി മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ മണി എന്ന് പറയുന്ന ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. അത് വിനിമയ മാധ്യമാണ്. 2 സാധനങ്ങൾക്ക് പകരം പണമാണ് നമ്മൾ കൈമാറ്റം ചെയ്യുന്നത്. ദെൻ എന്താണ്? ഒരു മൂല്യങ്ങളുടെ അളവുകോലാണ്, അതായത് കോമൺ മെഷറിംഗ് റോഡാണ് പണം എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മൾ എന്ത് സാധനവും കൈമാറ്റം ചെയ്യുന്നത് എന്താണ്? അതിന്റെ വില എന്നതിലേക്ക് മാറ്റിയിട്ടാണ് അല്ലേ. 10 രൂപയുടെ സാധനം, 20 രൂപയുടെ സാധനം എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഒരു മൂല്യങ്ങളുടെ അളവുകോലായിട്ട് പണം മാറി എന്നുള്ളതാണ്. പിന്നെ സ്റ്റോർ ഓഫ് വാല്യൂ, നമുക്ക് മൂല്യശേഖര ഉപാധി, അതായത് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ, ചീത്ത വന്നു പോകുന്നില്ല. പിന്നെ പണം കൊടുക്കൽ വാങ്ങലിന്റെ അടിസ്ഥാനമാണ്. പണം കൊടുക്കൽ വാങ്ങലിന്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ് പറയാം അല്ലെ. അതായത് ഫ്യൂച്ചറിലേക്കുള്ള പേയ്മെന്റ് ഒക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ആളുകൾക്ക് കടമൊക്കെ കൊടുക്കുമല്ലോ, 2 കൊല്ലം കഴിഞ്ഞ് തരാമെന്നൊക്കെ, അതൊക്കെ പണം വന്നതിന് ശേഷമാണ് സാധ്യമായത്. പിന്നെ അതേപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും. ദെൻ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്? അതിന്റെ എക്സാമ്പിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും കോംപ്ലിമെന്ററി ഗുഡും നമുക്ക് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിസ്ഥാപന വസ്തുക്കൾ, അതായത് ഒന്നിന് പകരം നമുക്ക് മറ്റൊന്നും ഉപയോഗിക്കാം, അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. ടീയും കോഫി അതിന്റെ എക്സാമ്പിളാണ്. കോംപ്ലിമെന്ററി ഗുഡ് എന്ന് വെച്ചാൽ പൂരക വസ്തുക്കൾ, അതായത് ഒരേ സമയത്ത് നമുക്കത് 2 2-ലധികമോ ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഷൂ, സോക്സ്, ടീ, ഷുഗർ, കാർ, പെട്രോൾ ഒക്കെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. Then അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ. എന്താണ് എക്സസ് ഡിമാൻഡ്, എന്താണ് എക്സസ് സപ്ലൈ? എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് മാർക്കറ്റ് സപ്ലൈനേക്കാളും കൂടുതലാണെങ്കിൽ അതാണ് എക്സസ് ഡിമാൻഡ്. മാർക്കറ്റ് ഡിമാൻഡിനേക്കാളും കൂടുതലാണെങ്കിൽ അതാണ് എക്സസ് സപ്ലൈ എന്ന് പറയുന്നത്. ഡിമാൻഡ് കൂടുതലാണ് എക്സസ് ഡിമാൻഡ്, സപ്ലൈ കൂടുതലാണ് എക്സസ് സപ്ലൈ. അപ്പോൾ അതിന്റെ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കണം. ഡിമാൻഡ് സപ്ലൈ, ഇവിടെ സപ്ലൈ മുന്നിട്ട് നിൽക്കുന്നു, അതുകൊണ്ട് ഈ പോർഷൻസ് എക്സസ് സപ്ലൈ ആണ്. ഇവിടെ ഡിമാൻഡാണ് മുന്നിട്ട് നിൽക്കുന്നത്, അതുകൊണ്ട് താഴെയുള്ള പോർഷൻസ് എക്സസ് ഡിമാൻഡ് ആണ്. Then അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് GDP ഡിഫ്ലേറ്റർ? ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ റിയൽ GDP ആൻഡ് നോമിനൽ GDP. എന്താണ് GDP ഡിഫ്ലേറ്റർ? ദേശീയ വരുമാനം അഥവാ GDP എന്ന് പറയുന്നത് 2 അടിസ്ഥാനത്തിൽ നമുക്ക് കണക്കാക്കാം. അതായത് കറണ്ട് പ്രൈസ്, ഇപ്പം നിലവിലുള്ള സാധനങ്ങളുടെ വില വെച്ചിട്ട് നമ്മൾ GDP കാണാറുണ്ട്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു വർഷത്തെ മുൻപുള്ള ഏതെങ്കിലും ഒരു വർഷത്തിന് ബേസ് ഇയർ ആക്കി വെച്ചിട്ട് ആ വർഷത്തെ സാധനങ്ങളുടെ വില വെച്ചിട്ട് നമ്മൾ GDP കണക്കാക്കാറുണ്ട്. അതിനെയാണ് GDP കോൺസ്റ്റന്റ് പ്രൈസ് എന്ന് പറയുന്നത്, മറ്റേ GDP കറണ്ട് പ്രൈസ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? GDP ഡിഫ്ലേറ്റർ കിട്ടും. കറണ്ട് പ്രൈസ് GDP ഡിവൈഡഡ് ബൈ കോൺസ്റ്റന്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് GDP ഡിഫ്ലേറ്റർ കിട്ടും. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും കോംപ്ലിമെന്ററി ഗുഡും നമ്മൾ നോക്കിയല്ലോ. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ കാണാനാണ്, അത് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് പ്രൈസ്, സാധനങ്ങളുടെ വില തന്നിട്ടുണ്ട്. ആദ്യത്തെ വിലേനെ P0 എന്നിടാം, രണ്ടാമത്തെ വില P1 എന്നിടാം. ആദ്യത്തെ ക്വാണ്ടിറ്റിനെ Q0 എന്നിടാം, രണ്ടാമത്തെ ക്വാണ്ടിറ്റിനെ Q1 എന്നിടാം. പിന്നെ പ്രൈസ് ഇലാസ്റ്റിറ്റി സപ്ലൈയുടെ ഇക്വേഷൻ എഴുതാം. P0 by Q0 ഇൻറ്റു ഡെൽറ്റ Q by ഡെൽറ്റ P. ഓക്കെ, ഇനി ഇത് ഓരോന്നും എന്താണ് ഇവിടെ എഴുതാം. P0 എത്രയാണ്? 10 by Q0 എത്രയാണ്? 15 ഇൻറ്റു ഡെൽറ്റ Q by ഡെൽറ്റ P. അപ്പോൾ ഡെൽറ്റ Q നമുക്ക് കാണണം. ഡെൽറ്റ Q കാണാൻ Q1 മൈനസ് Q0 ചെയ്താൽ മതി. Q1 എത്രയാ? Q1 20, Q0 എത്രയാ? 15, അപ്പോൾ 5 ആണ്. ഇനി ഡെൽറ്റ P കാണും. ഡെൽറ്റ P കാണാൻ അതുപോലെ തന്നെ P1 മൈനസ് P0. P1 എത്രയാ? 25, P0 എത്രയാ? 10, അപ്പോൾ എത്ര കിട്ടി? 15. അപ്പോൾ ഇതാ ഇവിടേക്ക് അപ്ലൈ ചെയ്യുക. ഡെൽറ്റ Q 5, ഡെൽറ്റ P 15. ഇത് നേരെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ കിട്ടും. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ എത്ര വരും? 50 ഡിവൈഡഡ് ബൈ 225.
അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് 0.22 എന്ന് പറയുന്നതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റു ഒരു 13 ചോദ്യം കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിന് മുന്നേ നമ്മൾ ഇതേപോലെ ആൻസർ ചെയ്തിട്ടുണ്ട്, പ്രോബ്ലം തിയറിയും ഒക്കെ. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യുക. ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് അടുത്ത് ഓരോ വീഡിയോസ് കാണാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ട് വേണം മക്കളെ നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്